ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ജയറാമേട്ടനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തൊരുക്കിയ ത്രില്ലർ സിനിമയായിരുന്നു എബ്രഹാം ഓസ്ലർ. മമ്മൂക്കയും അതിഥി വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 21,50,00,000 രൂപയും വേൾഡ് വൈഡായി 40 കോടി രൂപയുമാണ് ചിത്രം ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. ശരാശരി അഭിപ്രായം മാത്രം നേടിയ സിനിമ സൂപ്പർ ഹിറ്റ് വിജയം നേടിയതോടെ ജയറാമേട്ടൻ്റെ നല്ലൊരു തിരിച്ചുവരവ് തന്നെയായി ഓസ്ലറിനെ നമുക്ക് കണക്കാക്കാം. ലാലേട്ടൻ LJP കോംബോയുടെ ആക്ഷൻ ഡ്രാമ സിനിമയായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. നെഗറ്റീവ് റെസ്പോൺസ് കൂടുതലായി ലഭിച്ച സിനിമയ്ക്ക് ബോക്സ് ഓഫീസിലും ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ കളക്ഷൻ കുറവാണ്. 50-60 കോടി രൂപയോളമാണ് സിനിമയുടെ ബഡ്ജറ്റായി പറയുന്നത്. കേരളത്തിൽ നിന്ന് 12,55,00,000 രൂപയും ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ 14,70,00,000 രൂപയും വിദേശത്ത് നിന്ന് ആകെ 12 കോടിയും ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 26,70,00,000 രൂപയോളമാണ്. ദളപതി വിജയുടെ 69ാം സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് ആരാണെന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ഇപ്പോൾ ലഭിക്കുന്ന സ്ട്രോങ് റൂമറുകൾ അനുസരിച്ച് ഇതൊരു കാർത്തിക് സുബ്ബരാജ് സിനിമയായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദളപതിയും കാർത്തിക് സുബ്ബരാജും ഒന്നിക്കുകയാണെങ്കിൽ ഒരു തകർപ്പൻ സിനിമ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷനായി നമുക്ക് കാത്തിരിക്കാം. സൂര്യ ശിവ കോംബോയുടെ മോസ്റ്റ് അവൈറ്റഡ് സിനിമയാണ് കങ്കുവ. സിനിമയിലെ സൂര്യയുടെ നീണ്ട നാളത്തെ ഷൂട്ടിംഗ് അങ്ങനെ ജനുവരി പകുതിയോടുകൂടി അവസാനിച്ചിരുന്നു. വളരെയേറെ ഹാർഡ് വർക്ക് ചെയ്താണ് ശിവയും ടീമും കങ്കുവ ഒരുക്കുന്നത്. 2024 ഏപ്രിൽ മാസം റിലീസ് പ്ലാൻ ചെയ്തിരുന്ന സിനിമ എത്താൻ ജൂൺ മാസം വരെ ആകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സൂര്യയുടെ ഫോട്ടോഷൂട്ട് ലുക്കൊക്കെ ഉടൻ തന്നെ പുറത്തു വരുന്നതായിരിക്കും. ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച സൂര്യയുടെ കങ്കുവയിലെ സ്റ്റൈലിഷ് ലുക്ക് വലിയൊരു തരംഗം തന്നെയായിരുന്നു ഉണ്ടാക്കിയത്. സിനിമയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് ഭ്രമയുഗം. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഈ വരുന്ന ഫെബ്രുവരി 15-നാണ് തിയേറ്ററിലേക്ക് എത്തുക. സെൻസറിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂർ 19 മിനിറ്റ് ആണ്. എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഭ്രമയുഗം നമുക്ക് സമ്മാനിക്കുക. കുഞ്ചമൻ പോറ്റി എന്ന കഥാപാത്രമായിട്ടാണ് ഞെട്ടിക്കുന്ന പെർഫോമൻസ് മമ്മൂക്ക കാഴ്ചവെക്കാൻ പോകുന്നത്. സിനിമയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും കൂടി പരിഗണിക്കുക.